ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഫയൽ ഏരിയ. നമ്മൾ നേരത്തെ കൊതുകിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ചായിരുന്നു. കൊതുക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം എല്ലാം പഠിച്ചു. പക്ഷേ നമ്മളിനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർവകൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ലാർവകളെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഒരു ജെഇഒ അല്ലെങ്കിൽ അതുപോലെ തന്നെ മലേറിയ അതുപോലുള്ള രോഗങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാർവയെ കളക്ട് ചെയ്യുന്ന ഓരോ സ്ഥലത്തു നിന്നും. അപ്പോൾ ലാർവയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ലാർവയെ കളക്ട് ചെയ്യാൻ വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്താ, ഇതെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ലാർവ കളക്ഷന് പോകുമ്പോഴത്തേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഒരു ഇനാമൽ ട്രേ ഉണ്ടാവും. പിന്നെ ഇതൊക്കെ സീവാണ്, നമ്മുടെ ചായപ്പൊടിയൊക്കെ അരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോലുള്ള അരിപ്പയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഫില്ലർ പോലേക്ക് പ്ലാസ്റ്റിക് ഡ്രോപ്പേഴ്സ് ആണ്. ബ്രഷുകളാണ്, നമുക്ക് ഫീൽഡിൽ കൊണ്ടുപോകാൻ പറ്റിയ കണ്ടെയ്നേഴ്സ് ആണ്. ഇതിലെല്ലാം കളക്ട് കൊണ്ടുവരാൻ. ഇത് ടോർച്ച്, ഇത് സെക്ഷൻ 2 ആണ്. ഇത് അഡൽട്ട് മോസ്കിറ്റോ പിടിക്കാനുള്ള സാധനമാണ്. സെക്ഷൻ 2 ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ടെസ്റ്റ് ട്യൂബുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു തവി പോലത്തെ ഒരു സാധനമാണ്, ഡിപ്പർ എന്നാ പറയുക. അതിലൊരു വൈറ്റ് ആയിട്ടുള്ള കപ്പ് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. എന്നാൽ മാത്രമേ ലാർവയെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഒരു ലാർവൽ കളക്ഷന് പോകുമ്പോഴത്തേക്കും നമുക്ക് മിനിമം ആയിട്ട് ആവശ്യമായ സാധനങ്ങൾ. ഇതിനൊക്കെ കൂടുതൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ അത് ഇനി കൂടുതൽ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മാത്രം അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അടുത്ത് നോക്കേണ്ടത് എങ്ങനെയാണ് മോസ്കിറ്റോ ലാർവ കളക്ട് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ് ഡിപ്പർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഡിപ്പർ ഉണ്ട് എങ്കിൽ ഡിപ്പർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് വാട്ടർ കളക്ഷന്റെ സൈഡിൽ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പറിലേക്ക് ലാർവ കയറി വരും. അപ്പോൾ മിക്കവാറും ലാർവയൊക്കെ വാട്ടർ കളക്ഷന്റെ സൈഡിലായിരിക്കും നിൽക്കുന്നത്. കൂടുതൽ മിഡിൽ ഭാഗങ്ങളിലേക്ക് പോകാറില്ല. അപ്പോൾ കുളമായാലും അല്ലെങ്കിൽ അതുപോലുള്ള വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ സൈഡിലേക്കായിരിക്കും കൂടുതൽ ലാർവ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഷെയ്ഡി പ്ലേസിലായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡിപ്പർ ഉപയോഗിച്ച് നമുക്ക് മുക്കിയെടുക്കാം. ഡിപ്പറിന് ഒന്നുകിൽ സീവുള്ള ഡിപ്പർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാ ഡിപ്പർ ഉപയോഗിക്കാം. നേരത്തെ കണ്ടതുപോലുള്ള ഡിപ്പർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ നെറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നെറ്റ് ഫിറ്റ് ചെയ്ത ഒരു സാധനം നമുക്ക് കാണാം. അതിനകത്ത് നെറ്റിന്റെ താഴെ ഒരു ചെറിയൊരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് അരിച്ചുകൊണ്ടേ പോകുന്നു. അപ്പോൾ അതിനകത്തുള്ള ലാർവ മാത്രം ഏറ്റവും താഴത്തെ കണ്ടെയ്നറിലേക്ക് വരും. ബാക്കിയുള്ള വെള്ളമെല്ലാം അരിച്ച് സീവിൽ കൂടെ വെളിയിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നെറ്റാണ് സാധാരണ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു പഴയ ഷട്ടിൽ ബാറ്റ് അതുപോലുള്ള സാധനങ്ങളിനകത്ത് വെച്ച് കെട്ടി നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ വാങ്ങിക്കേണ്ടി വരും. പിന്നെ വെൽനെറ്റ്, വെല്ലില് സാധാരണ കിണറിൽ നമ്മുടെ ബക്കറ്റ് ഇറക്കിയിട്ട് മുക്കിയാണ് നമ്മൾ വരുന്നത്. അപ്പം ബക്കറ്റ് ഇറക്കി മുക്കുന്ന സമയത്ത് ചിലപ്പോൾ ലാർവ താഴേക്ക് പോയി കഴിഞ്ഞാൽ കുറെ നേരം നമ്മൾ അതിനുവേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനേക്കാൾ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഒരു വെൽനെറ്റ് ഉണ്ടാക്കാനുള്ള ഒരു റിങ്ങില് മോസ്കിറ്റോ നെറ്റ് കിട്ടി അതിന്റെ താഴെയിലൊരു കണ്ടെയ്നറും കൂടെ വെച്ച് അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഇട്ട് താഴെ ഇട്ടിട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമുക്ക് വെൽനെറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതാണ് അപ്പോൾ ഡ്രോപ്പിംഗ് ചെയ്യാനുള്ള സാധനമുണ്ട്, വെൽനെറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. എവിടെയാണ് കാണുക എന്നുള്ളതാണ്. നമ്മൾ മിക്കവാറും സ്ഥലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് കൊതുകിന്റെ ജീവിതചക്രത്തിലെ ഏറ്റവും ദുർബലമായ ഒരു ഭാഗമാണ് ലാർവ ആൻഡ് പ്യൂപ്പ. എഗ്, ലാർവ, പ്യൂപ്പ, ഇത് മൂന്നും വെള്ളത്തിലേ കാണത്തുള്ളൂ, വേറെ ഒരു സ്ഥലത്തും കാണില്ല. അപ്പോൾ വെള്ളത്തിൽ മാത്രം നോക്കിയാൽ മതി. അഡൽട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കേണ്ടി വരും. പക്ഷേ ഇത് ലാർവൽ സോഴ്സ് മാനേജ്മെന്റിന് എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർവയെ സോഴ്സിൽ തന്നെ നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ബ്രീഡിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ അഡൽട്ട് ഉണ്ടാവാതെ നമുക്ക് നോക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് എവിടെയാണ് ബ്രീഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെക്ടേഴ്സ് എവിടെ ബ്രീഡ് ചെയ്യുന്നു. അപ്പോൾ വെക്ടർ എവിടെ ബ്രീഡ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ ബ്രീഡിംഗ് സൈറ്റിൽ നിന്ന് അതിനെ എടുത്തിട്ട് അവിടെ ബ്രീഡ് ചെയ്ത ഇതേത് സ്പീഷീസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിലൂടെയാണ് ആ സ്പീഷീസ് ഇവിടെയാണ് ബ്രീഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ മൊസ്കിറ്റോ ബ്രീഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഒന്ന് പാടങ്ങൾ, അല്ലെങ്കിൽ വെള്ളം കെട്ടി കിടക്കുന്ന ചെറിയ ചെറിയ കുഴികൾ, അല്ലെങ്കിൽ കുളം, അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്ന ചാലുകൾ, ഇതിനകത്തെല്ലാം മൊസ്കിറ്റോ ബ്രീഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അനോഫിലിനോയും ക്യൂലെക്സ് ആയാലും ഇതിലെല്ലാം പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള സ്പീഷീസ് ആയിരിക്കും അവിടെ ബ്രീഡ് ചെയ്യുന്നത്. ഇത് പ്രധാനപ്പെട്ടതും കണ്ടെയ്നർ ബ്രീഡേഴ്സ് ആയിട്ടുള്ള സാധനങ്ങൾ ബ്രീഡ് ചെയ്യുന്നത്. ഈഡിസ് പോലുള്ള സാധനങ്ങൾ, മുളം കുറ്റിയിൽ ക്യൂലെക്സും ബ്രീഡ് ചെയ്യാം. ഇതിനകത്തും ക്യൂലെക്സ് ബ്രീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കരിക്കും തൊണ്ടിനകത്ത്. ഫ്രിഡ്ജിന്റെ ബാക്കിലിട്ട് നമുക്ക് ഇപ്പോൾ സുപരിചിതമായ സാധനമാണ് ഈഡിസ് ഏറ്റവും കൂടുതൽ ബ്രീഡ് ചെയ്യുന്ന സ്ഥലം. റെയിൻ കട്ടേഴ്സ്, അതിനകത്ത് ഈഡിസ് ബ്രീഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വാഴയുടെ കൈലിന്റെ ഇടയ്ക്കുള്ള ആക്സൽ, ലീഫ് ആക്സലിനിടയിൽ അവിടെയൊക്കെ ഈഡിസ് ബ്രീഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം മൊസ്കിറ്റോ ബ്രീഡിംഗ് ഹാബിറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ലാർവ നമുക്ക് കളക്ട് ചെയ്യാം. പക്ഷേ ഇതിൽ നിന്നൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ ഡിപ്പർ തന്നെ വേണം. അതേസമയം അല്ലാത്ത സ്ഥലങ്ങളിൽ, നേരത്തെ കാണിച്ചുള്ള കുളം പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് നെറ്റ് ഉപയോഗിച്ചും അല്ലെങ്കിൽ ലാഡിൽ ഉപയോഗിച്ചും നമുക്ക് എടുക്കാം. എന്താണ് ഇതിന്റെ പർപ്പസ്, എന്തിനാണ് ഇത് ലാർവ കളക്ട് ചെയ്യുന്നത്? ചുമ്മാ കുറെ കടന്ന് കളക്ട് ചെയ്തിട്ട് എന്താ കാര്യം എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും കാര്യം എന്ന് പറഞ്ഞാൽ സ്പീഷീസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇന്ന സ്പീഷീസ് ഇന്നിടത്താണ് ബ്രീഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥലം നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യമുണ്ട്. ആ സ്ഥലം മിസ് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് IVM ടീമിന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് നമുക്ക് പറ്റും. ഈ സ്ഥലമാണ് നിങ്ങൾ നോക്കേണ്ടത്, ഈ സ്ഥലം മിസ് ചെയ്യാൻ പാടില്ല, ആ സ്ഥലത്താണ് IVM ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത്, അവിടെയാണ് അല്ലെങ്കിൽ ലാർവയ്ക്ക് വേണ്ടി സ്പ്രേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കെമിക്കൽ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ സാധനമാണ്. ദെൻ ബ്രീഡിംഗ് സോഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയ്ക്ക് അനുസരിച്ച് ചിലപ്പോൾ വെക്ടറിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഏരിയയിൽ
എവിടെയാണ് വെക്ടർ ബ്രീഡ് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. ദെൻ പ്രിഫറൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ചില സ്ഥലത്ത് നമ്മളിപ്പോൾ അകത്ത് ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോസ്കിറ്റോയെ നമ്മൾ അകമെല്ലാം വൃത്തിയാക്കി അതിനകത്ത് ഒരു സ്ഥലവും മണി പ്ലാന്റോ അങ്ങനെയുള്ള സാധനങ്ങൾ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് അത് പതുക്കെ വെളിയിലോട്ട് ബ്രീഡ് ചെയ്യാൻ ഇറങ്ങും. അപ്പൊ അങ്ങനെയുള്ള ഒരു ബ്രീഡിംഗ് പ്രിഫറൻസ് ചേഞ്ച് ചെയ്യുന്നതൊക്കെ അറിയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെക്ടർ സർവൈലൻസ് ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഇത് എവിടെയാണ് ബ്രീഡ് ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഫർദർ സ്റ്റഡീസിന് വേണ്ടി നമുക്ക് ഇതിനെ പ്രിസർവ് ചെയ്ത് വയ്ക്കാം. ഒരു സ്ഥലത്ത് നിന്ന് ലാർവ കിട്ടി, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഒരൊറ്റ സിംഗിൾ ലാർവേ കിട്ടിയുള്ളൂ. നമ്മൾ 70% ആൽക്കഹോളിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറെ നാൾ, ഏകദേശം 3 മാസത്തോളം ഒരു പ്രശ്നമില്ലാതിരിക്കും. അപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വേറെ ഏതെങ്കിലും ലാബിലേക്ക് അയക്കണമെങ്കിൽ പോലും 70% ആൽക്കഹോളിലിട്ട് അയക്കാൻ പറ്റും. അല്ലെങ്കിൽ സെനോ മോണിറ്ററിംഗ് നടത്താൻ വേണ്ടി ലാർവ കളക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഏത് വൈറസാണ് ഈ ലാർവയ്ക്കകത്തുള്ളതെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ മൊസ്കിറ്റോയ്ക്കകത്ത് അറിയാൻ വേണ്ടി സെനോ മോണിറ്ററിംഗ് നമ്മൾ നടത്താറുണ്ട്. അപ്പൊ ലാർവയെ കളക്ട് ചെയ്ത് അയച്ചാൽ പോലും തിരുവനന്തപുരത്തിന്റെ ഫലഭാഗത്ത് നിന്നും നമ്മൾ ലാർവ കളക്ട് ചെയ്ത് അയച്ചാൽ അതിൽ നിന്നെല്ലാം സിക്ക വൈറസും ഡെങ്കു വൈറസിന്റെയും ചിക്കൻ ഗുനിയ വൈറസിന്റെ എല്ലാം പ്രസൻസ് സിനോ മോണിറ്ററിംഗിൽ കൂടെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതേപോലുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയും ലാർവ നമുക്ക് കളക്ട് ചെയ്യാം. എങ്ങനെയാണ് ലാർവകൾ ഐഡന്റിഫൈ ചെയ്യുന്നുള്ള ലാർവ കീറ്റോടാക്സി എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു. അന്ന് ലാർവയ്ക്ക് 4 സ്റ്റേജാണുള്ളത്. ആദ്യത്തെ മുട്ട വിരിഞ്ഞ് ഇറങ്ങിയ ഉടനെ ഫസ്റ്റ് സ്റ്റേജ്, അടുത്ത സെക്കൻഡ് സ്റ്റേജ്, അപ്പോഴേക്കും അതിന്റെ തൊലി മോൾട്ട് ചെയ്തിട്ട് അടുത്ത സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകും. വീണ്ടും മോൾട്ടിങ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് സ്റ്റേജിലേക്ക് വരും. ദെൻ ഫോർത്ത് സ്റ്റേജ്, അത് കഴിഞ്ഞിട്ട് പ്യൂപ്പയിലേക്ക് വരും. പ്യൂപ്പ അഡൽട്ടായി മാറും. അപ്പൊ ഇതെല്ലാം കൂടെ ഏകദേശം ഒരു 6 മുതൽ 7 ദിവസം വരെ അല്ലെങ്കിൽ 8 ദിവസം വരെയും മാക്സിമം എടുക്കുക ഒരു അഡൽട്ടായി മാറാൻ വേണ്ടി. ഒരു നല്ല ഫേവറബിൾ കണ്ടീഷനാണ്. കണ്ടീഷൻ പ്രത്യേകതകളുണ്ട്. കാരണം 6 മാസം വരെ എഗ് ഹാച്ച് ചെയ്യാതെ ഈഡിസിന്റെ ഇതൊക്കെ ഇരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എഗ് കണ്ടു കഴിഞ്ഞാൽ എല്ലാ എഗ്ഗും അപ്പൊ തന്നെ ഡെവലപ്പ് ചെയ്ത് വരും എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതിന് ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ എഗ് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഇത് ഒരു അനോഫലിന്റെ ലാർവയാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സൈഫൺ ട്യൂബ് എന്ന് പറയുന്ന ഒരു സാധനം താഴെയില്ല. അപ്പോൾ അനോഫലിൻ ലാർവ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ലാർവയാണ് പഠിക്കുന്നത്. കാരണം അതിന്റെ ക്ലേപ്പിയൽ ഹെയർസും അതുപോലെ തന്നെ പാമേറ്റ് ഹെയർസ് അല്ലെങ്കിൽ ടാർഗൽ പ്ലേറ്റ്സ് ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഇതിനകത്ത് വരുന്നത്, അതെല്ലാം പഠിച്ചാൽ മാത്രമേ അനോഫലിന്റെ ലാർവയെ കുറിച്ച് പഠിക്കാൻ പറ്റൂ. പക്ഷെ അനോഫലിൻ ലാർവ ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വാട്ടർ സർഫസിന് പാരലായിട്ടാണോ അത് കിടക്കുന്നത്. കാരണം അതിന് സൈഫൺ ട്യൂബ് ഇല്ലാത്തതുകൊണ്ട് ശ്വസിക്കണമെങ്കിൽ അന്തരീക്ഷ വായുവാണ് ശ്വസിക്കുന്നത്. ശ്വസനാവയവത്തിനെ കൊണ്ട് ജലോപരിതലത്തിലേക്ക് മുട്ടിച്ചു വെച്ചാൽ മാത്രമേ അതിന് ശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് എപ്പോഴും പാരലായിട്ട് കിടന്നേ പറ്റുള്ളൂ. വാട്ടർ സർഫസിന് പാരലായിട്ട് കിടന്നാൽ മാത്രമേ അതിന് ശ്വസിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അനോഫലിൻ ലാർവയെ തിരിച്ചറിയാൻ എളുപ്പമാണ്. അനോഫലിനും ക്യൂലെക്സും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഒന്നിന് സൈഫൺ ട്യൂബ് ഇല്ല, ഒന്നിന് സൈഫൺ ട്യൂബ് ഉണ്ട്. അപ്പൊ ഇതാണ് വ്യത്യാസം. പ്രധാന സൈഫൺ ട്യൂബ് എന്ന് പറയുന്നത് ഈ നീണ്ട ഒരു സാധനമാണ്. അതാണ് ശ്വസനാവയവമായിട്ട് മാറുന്ന സാധനം. ഇതാണ് അന്തരീക്ഷ വായു ശ്വസിക്കാൻ വേണ്ടി ജലോപരിതലത്തിലേക്ക് കണക്ട് ചെയ്യാൻ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് നിർത്തുന്നത്. അതുകൊണ്ട് ലാർവകൾ തലകീഴായി നിൽക്കുന്നതായിട്ട് കാണും എപ്പോഴും. അനോഫലിൻ ലാർവ ഒരു കാരണവശാലും അങ്ങനെ തലകീഴായി നിൽക്കത്തില്ല, അത് പാരലായിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ. അതാണ് വ്യത്യാസം. പിന്നെ പാമേറ്റ് ഹെയർസ് ഉണ്ട്. നല്ല പനയോല പോലെ വിശറി പോലെ ഇരിക്കുന്ന ഒരു സാധനം ഇതിന്റെ സൈഡിലുണ്ട്. അതിന് പാമേറ്റ് ഹെയർസ് എന്നാണ് പറയുന്നത്. അതും അനോഫലിൻ ലാർവയുടെ പ്രത്യേകതയാണ്. അപ്പൊ അനോഫലിനും ക്യൂലെക്സിനെയും തിരിച്ചറിയാൻ എളുപ്പമാണ്. ഒന്ന് സൈഫൺ ട്യൂബ് ഉണ്ട്, മറ്റൊന്ന് സൈഫൺ ട്യൂബ് ഇല്ല. അനോഫലിസ് ലാർവയെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഫൺ ട്യൂബ് ഇല്ല, അതിന് പകരം അവിടുത്തെ സ്പൈറക്കിളൊക്കെ കാണുന്ന ഒരു ചെറിയ സ്പോട്ട് മാത്രം, അത് പാരലായിട്ട് വെച്ചാൽ മാത്രമേ അതിന് കണക്ട് ചെയ്യാൻ പറ്റൂ. അതിന് പാമേറ്റ് ഹെയർസ് ഉണ്ട്. പനയോല പോലെ ഇരിക്കുന്ന ഒരു സാധനം ആ സൈഡിലുണ്ടോ ഉണ്ടെങ്കിൽ അത് അനോഫലിനാണ്. അത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും പാമേറ്റ് ഹെയർസ്, ടെർഗൽ പ്ലേറ്റ്സ് എന്ന് പറയുന്നതൊക്കെ. അപ്പൊ അതേപോലെ ഇത് പാമേറ്റ് ഹെയർസ് ഉണ്ടോ, അതേപോലെ തന്നെ നോ സൈഫൺ ട്യൂബ്, അങ്ങനെയാണെങ്കിൽ അതിനെ അനോഫലിൻ ലാർവ ആണെന്ന് പറയാം. അനോഫലിൻ ലാർവ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് സെഗ്മെന്റ് ഓഫ് ലാർവ നോക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് സെഗ്മെന്റിൽ സൈഫൺ ട്യൂബ് ഉണ്ട്. ഇത് 10ാമത്തെ സെഗ്മെന്റ് എല്ലാം കൂടെ യോജിച്ചുണ്ടായിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ സൈഫൺ ട്യൂബ് ഉണ്ട്. അതിൽ കോമ്പ് പോലെ നിൽക്കുന്ന ചെറിയ ചെറിയ പല്ല് പോലെ ഇരിക്കുന്ന സാധനത്തിന് പെക്ടൻ ടീത്ത് എന്നാണ് പറയും. അത് സൈഫൺ ട്യൂബിൽ മാത്രമേ കാണുള്ളൂ. അപ്പൊ സൈഫൺ ട്യൂബ് ഉള്ളതിൽ മാത്രമേ പെക്ടൻ ടീത്ത് കാണുന്നുള്ളൂ. ദെൻ കോമ്പ് എന്ന് പറയുന്നത് 9ാമത്തെ നമ്മുടെ സെഗ്മെന്റിനകത്ത് കാണുന്ന ചെറിയ ചെറിയ പല്ല് പോലെയുള്ള സാധനങ്ങളെയാണ് കോംബ് സ്കെയിൽസ് എന്ന് പറയും. അപ്പൊ ഈ 2 സാധനങ്ങൾ ഉള്ളതായിരിക്കും ക്യൂലെക്സ് ലാർവ എന്ന് പറയുന്നത്. ക്യൂലെക്സിന്റെ ഈഡിസിനും ഈ 2 സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ 2 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഐഡന്റിഫിക്കേഷനിലേക്ക് പോകുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഇതിനെ എങ്ങനെ തരംതിരിക്കാൻ നോക്കാം. പെക്ടൻ ഇല്ല, പെക്ടൻ ഉണ്ട്. അപ്പോൾ പെക്ടൻ ആബ്സെന്റ് ആയിട്ടുള്ള ഇത്രയും സാധനങ്ങൾക്കാണ് ടോക്സോറിങ്കൈറ്റിസ് ആൻഡ് ഓർത്തോപോഡോമയ വയോമിയ ആർമിഞ്ചറസ്. ഇത് 2 നമുക്ക് കൂടുതൽ കാണുന്നത്. ടോക്സോറിങ്കൈറ്റിസും കാണാറുണ്ട്, അതേപോലെ ആർമിഞ്ചറസും നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ പിന്നെ പെക്ടൻ പ്രസന്റ് ആയിട്ടുള്ള ഈഡിസും ക്യൂലെക്സും ആണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളല്ല. നമുക്ക് ആവശ്യമായ അല്ലെങ്കിൽ വെക്ടേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊന്നും അല്ല ബാക്കിയുള്ളതൊക്കെ. ഈഡിസും ക്യൂലെക്സും മാത്രമേ നമുക്ക് വെക്ടറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. ഇതാണ് ടോക്സോറിങ്കൈറ്റിസിന്റെ ലാർവയ്ക്ക് പെക്ടനും ഇല്ല, കോമ്പും ഇല്ല. ടോക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ലാർവയായിരിക്കും. ചുവന്ന ചെറിയ ലൈറ്റ് റെഡ് കളറിൽ കാണുന്ന ആ ലാർവയാണ് ടോക്സോയുടെ ലാർവ. വലിയ ലാർവയായിരിക്കും. ബാക്കിയുള്ള കൂടെ കിടക്കുന്ന ലാർവകളൊക്കെ തിന്നുന്ന ലാർവയാണ്. അപ്പൊ ടോക്സോയുടെ ലാർവയ്ക്ക് കോമ്പും ഇല്ല, പെക്ടനും ഇല്ല. ഈ 2 ഇല്ല എന്നുണ്ടെങ്കിൽ അത് ടോക്സോറിങ്കൈറ്റിസ് ആണ്. വലിയ മൊസ്കിറ്റോ ആണ്, ഒരിക്കലും ബ്ലഡ് കുടിക്കാത്ത മൊസ്കിറ്റോസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്, അത് ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് ആർമിഞ്ചറസിൻ്റെതാണ്. ഇതിനകത്ത് പെക്ടൻ ടീത്ത് ഇല്ല.
കോംബ് സ്കെയിൽസ് ഉണ്ടാവും. ആർമിഞ്ചറസ് സാധാരണക്കാരും കുറച്ചുകൂടെ വലിയ മൊസ്കിറ്റോ, ടോക്സോയെക്കാളും ചെറുതും എന്നാൽ സാധാ മൊസ്കിറ്റോയെക്കാളും കുറച്ചുകൂടെ വലിയ മൊസ്കിറ്റോസ് ആണ് ടോക്സ്. അതാണ് സാധാരണ ന്യൂയിസൻസ് ആയിട്ട് കാണുന്നത്. ഇതാണ് ഈഡിസ് എന്ന് പറയുന്നത്. സൈഫൺ ട്യൂബ് ഉണ്ട്, ഒരു സിംഗിൾ ലെയർ ഓഫ് കോംബേ ഉള്ളൂ. കോംബ് സിംഗിൾ ലെയർ ആണ്. പെക്ടൻ സിംഗിൾ ലെയർ ഉണ്ട്. ദെൻ സൈഫണിൽ ഒരു ടഫ്റ്റ് ഓഫ് ഹെയറേ ഉള്ളൂ. ഒരു കോമ്പിന് ഒരു ലൈൻ മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ അത് ഈഡിസ് ആണ്. ഈഡിസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ വളരെ എളുപ്പമായ ഒരു സാധനമാണ്. ആ ലാർവ ഏതുള്ളത് കിടക്കുന്നു അതോടുകൂടി ഡ്രോപ്പറിൽ എടുത്ത് ഒരു സ്ലൈഡിലേക്ക് വെക്കുക, അതിന്റെ പുറത്തേക്ക് ഒരു കവർ സ്ലിപ്പും കൂടെ വെച്ച് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം കാണാൻ പറ്റും. പിന്നെ അത്രയും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈഡിസ് ഈജിപ്റ്റ് ആണോ ഈഡിസ് ആൽബോപിക്ടസ് ആണോ തിരിച്ചറിയണം. അപ്പൊ ഈഡിസ് ആണെന്ന് അറിഞ്ഞു, സിംഗിൾ ടഫ്റ്റ് ഓഫ് ഹെയറേ ഉള്ളൂ സൈഫണിൽ. പിന്നെ അതേപോലെ തന്നെ പെക്ടൻ ടീത്ത് ഉണ്ട്, സിംഗിൾ റോയിൽ കോംബ് സ്കെയിൽസും ഉണ്ട്. ഇത്രയും ഉണ്ടെങ്കിൽ അത് ഈഡിസ് ആയി. ഈഡിസിൽ ആൽബോപിക്ടസ് ആണോ ഈജിപ്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ ഇതിൽ കോംബ് സ്കെയിൽസ് നോക്കണം. അതിന്റെ കോംബ് എന്ന് പറയുന്നത് ഇതാണ്. ആ കോംബ് സ്കെയിൽസിന് തൃശൂലം പോലത്തെ രണ്ട് സൈഡിലും സ്പൈൻ വരുന്നു, പിന്നെ നടുക്കത്തെ സ്പൈൻ കുറച്ച് നീളം കൂടിയ സ്പൈൻ. ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ കോംബാണ്. ഈ കാണുന്ന സിംഗിൾ ലെയർ ഓഫ് കോംബിനെ വലുതാക്കി കാണിച്ചിരിക്കുകയാണ് ഇവിടെ. ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഈഡിസ് ഈജിപ്റ്റി. ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഇത് ഈഡിസ് ആൽബോപിക്ടസ്. ഇതിനെ തമ്മിൽ തിരിച്ചറിയാൻ എളുപ്പമാണ്. മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് ഇത് ഈഡിസ് ഈജിപ്റ്റി ആണോ എന്നൊക്കെ തോന്നും, പക്ഷേ ഈഡിസ് ഈജിപ്റ്റി അല്ല. ഈ സ്പൈൻ വളരെ കുറച്ചുകൂടെ തിക്ക് ആയിട്ടുള്ള സ്പൈൻ ആണെങ്കിൽ മാത്രമേ അത് ഈഡിസ് ഈജിപ്റ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ദെൻ ഇത് ക്യൂലെക്സിന്റെ ലാർവയാണ്. ക്യൂലെക്സിന്റെ ലാർവയെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. സൈഫൺ ട്യൂബിൽ ഒന്നിൽ കൂടുതൽ ടഫ്റ്റ് ഓഫ് ഹെയർ ഉണ്ടോ, ഇതാണ് ടഫ്റ്റ് ഓഫ് ഹെയർ എന്ന് പറയുന്നത്. സോണൽ ടഫ്റ്റ്, സൈഫണൽ ടഫ്റ്റ് എന്നൊക്കെ പറയും. സൈഫൺ ട്യൂബിൽ 3-4 ടഫ്റ്റ് ഓഫ് ഹെയർ ഉണ്ടോ, ദാറ്റ് ഈസ് ക്യൂലെക്സ്. ഒന്നിൽ കൂടുതൽ ടഫ്റ്റ് ഓഫ് ഹെയർ ഉണ്ടെങ്കിൽ അത് ക്യൂലെക്സ് തന്നെയാണ്. അപ്പൊ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ പക്ഷെ സിംഗിൾ റോ ഓഫ് കോംബ് സ്കെയിൽസ് അല്ല, ഒരുപാട് റോസ് ഓഫ് കോംബ് സ്കെയിൽസ് കാണും. 3-4 റോ ഒക്കെ കോംബ് സ്കെയിൽസ് കാണും, അല്ലെങ്കിൽ ഒരു ബഞ്ച് ഓഫ് കോംബ് സ്കെയിൽസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രത്യേകത കണ്ടിട്ടാണ് നമ്മൾ ക്യൂലെക്സ് ലാർവയെ തിരിച്ചറിയുക. ദെൻ നമ്മൾ നോക്കുന്നത് ക്യൂലെക്സിൽ ഇനി എങ്ങനെയാണ് തിരിച്ചറിയാൻ പോകുന്നത് എന്നതാണ്. ക്യൂലെക്സിൽ തിരിച്ചറിയാൻ പോകുന്നത് സൈഫൺ ട്യൂബിൽ മോർ ദാൻ 3 pairs ഓഫ് സബ് വെൻട്രൽ ടഫ്റ്റ് ഉണ്ട്, 3 ഉണ്ട്. ദെൻ പെക്ടൻ ഉണ്ട്, കോംബ് വലുതായിട്ടുണ്ട്. കോംബ് സ്കെയിൽസ് എങ്ങനെയിരിക്കുന്നു, മോർ ദാൻ 2 to 3 റോസ് ഓഫ് കോംബ് സ്കെയിൽസ്. ഇതാണ് ക്യൂലെക്സിനെ നമ്മൾ തിരിച്ചറിയാൻ. പിന്നെ ക്യൂലെക്സിന്റെ ഓരോന്നിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് ക്വിൻകുഫാഷിയാറ്റസ് എന്ന് പറയുന്ന ലാർവയാണ്. സൈഫൺ വളരെ വീതിയായിട്ട് കാണുന്നത് 3-2 താഴത്തുള്ള ബേസൽ തേർഡിലാണ് കാണുന്നത്. അത് 3ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ ബൈസായിട്ടുള്ള 3ാമത്തെ ഭാഗത്താണ് അതിന്റെ ഏറ്റവും കൂടുതൽ വീതിയുള്ള ഭാഗം കാണും. അത് കഴിഞ്ഞിട്ട് ബാക്കി ടാപ്പ് ചെയ്ത് അങ്ങോട്ട് പോവാണ്, വീതി കുറഞ്ഞ ഫ്രണ്ടിലോട്ട് പോകും. അപ്പൊ ആ വീതി കുറഞ്ഞു പോകുന്ന ഭാഗത്തായിരിക്കും ടഫ്റ്റ് ഓഫ് ഹെയർസ് കാണുന്നത്. ഇവിടെ 4 ടഫ്റ്റ് ഓഫ് ഹെയർ കാണുന്നുണ്ട്. സൈഫൺ വൈഡസ്റ്റ് ബേസൽ ആണ്. ദെൻ പെക്ടൻ കാണുന്നുണ്ട്, ക്യൂലെക്സ് കുൻകുഫാഷിയാറ്റസ് ആണ്. അപ്പൊ ഈ സാധാരണയായിട്ട് ഈ ഒരു റോയിൽ ഇങ്ങനെ ഒരു റേഞ്ചിൽ കാണുന്ന മിക്കവാറും ക്യൂലെക്സ് കുൻകുഫാഷിയാറ്റസ് ആയിരിക്കും. ഇതെവിടെ കാണും? ഇത് ഈഡിസിന്റെ കൂടെയും ബ്രീഡ് ചെയ്യുന്ന കാണാം, അഴുക്ക് വെള്ളത്തിൽ ബ്രീഡ് ചെയ്യുന്ന കാണാം, സെപ്റ്റിക് ടാങ്കിൽ ബ്രീഡ് ചെയ്യുന്ന കാണാം. എവിടെ വേണോ ഇത് ബ്രീഡ് ചെയ്യും. അതാണ് ക്യൂലെക്സ് കുൻകുഫാഷിയാറ്റസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തത് ഇത് ഫസ്കോസെഫാല എന്ന് പറയുന്ന ക്യൂലെക്സ് കുൻകുഫാഷിയാറ്റസ് പോലെ ഇരിക്കും. അതിന്റെ പെക്ടൻ ടീത്തിന്റെ ഡെന്റിക്കിൾ, അതായത് പല്ലു പോലെ ഇരിക്കുന്ന ഭാഗം 3-4 ചെറിയ ഡെന്റിക്കിൾസ് ആയിട്ട് കാണാം. ഇവിടെ 3 ഉണ്ട്. ഈ 3 ഡെന്റിക്കിൾസ് ഉണ്ടോ? പെക്ടൻ ടീത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഈ പെക്ടൻ ടീത്തിൽ വരുന്ന ഇതിനെ കാണണമെന്നുണ്ടെങ്കിൽ 40x അതിനെ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ മാറ്റിയാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ മാറ്റി നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ 3 പല്ല് പോലെ കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫസ്കോസെഫാല. ഇതിന് കാണുന്ന വിഷ്ണുവയാണ്. വിഷ്ണുവെ ഗ്രൂപ്പിന്റെ സൈഫണൽ വെന്റ് ടഫ്റ്റ് കാണുന്നുണ്ട്. 6 or more ബ്രാഞ്ചസ് ആയിട്ട് ഇത് സൈഫണൽ ടഫ്റ്റ് കാണുന്നു. ദെൻ കോംബ് സ്കെയിൽ വെൽ ഡെവലപ്ഡ് ആണ്. കോംബ് സ്കെയിൽ വെൽ ഡെവലപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ ഒരു സ്പൈൻ ഉണ്ട്, അതിന് ചുറ്റും ചെറിയ 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 രോമങ്ങൾ പോലുള്ള സാധനങ്ങളുണ്ട്. അതേപോലെ തന്നെ അതിന്റെ തൊറാക്സിന്റെ പ്ലൂറൽ ഏരിയയിൽ സ്പിക്യൂൾസ് കാണാം. അവിടെ കുറച്ചുകൂടെ മൈക്രോസ്കോപ്പ് വലുതാക്കി നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ചെറിയ സ്പോട്ട് പോലുള്ള ചെറിയ ഒരു ഹോള്, ഒരു വട്ടം കാണും. അതിനകത്ത് ചെറിയ ഹോളുകൾ പോലുള്ള സ്പിക്യൂൾസ്, ചെറിയ ചെറിയ മുള്ളുകൾ പോലെ നിൽക്കുന്ന സാധനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ട്രൈറ്റ്നോറിംഗസ് ആണ്. ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും വളരെ നീളമുള്ള സൈഫൺ ട്യൂബ് ഉള്ള ഒരു സ്പീഷീസ് ആണ് ട്രൈറ്റ്നോറിംഗസ്. അതിന്റെ കോംബ് സ്കെയിലിന്റെ ടുപ്പ് വരുമ്പോഴത്തേക്ക് അത് ചൂല് പോലെ ഇങ്ങനെ ധാരാളം നൂല് പോലുള്ള സാധനങ്ങൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണാം. സൈഫൺ ടഫ് വീക്കാണ്, ഇത് വളരെ വീക്കായിരിക്കും. ഇതിപ്പോ ഇതിൽ നല്ല ഡാർക്കായിട്ട് വരച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മൈക്രോസ്കോപ്പിൽ എടുത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഓരോ ടഫ്റ്റ് മാത്രമേ കാണുള്ളൂ, ഒരെണ്ണേ കാണുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 2 കാണുള്ളൂ. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ഒരു സാധനമാണ് ട്രൈറ്റ്നോറിംഗസ് എന്ന് പറയുന്നത്. ഇതാണ് സ്യൂഡോ വിഷ്ണുവായുടെ സാധനമാണ്. അതിന്റെ കോംബ് സ്കെയിൽസ് നോക്കിയിട്ടാണ് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. കോംബ് സ്കെയിൽസ് വളരെ പെക്കുലിയർ ആയിട്ട് കോംബ് സ്കെയിൽസ് കാണാം. സിറ്റി 2 and 3 ഇൻസൈഡ് സബ് എപ്പിക്കലി 2 and 3 സബ് എപ്പിക്കലി എന്ന് പറഞ്ഞാൽ ഏറ്റവും ടിപ്പിലല്ല, അതിന് തൊട്ട് താഴെയായിട്ട് ഇത് ഹെഡിന്റെ ഭാഗത്ത് കാണുന്നത്, ആന്റിനയിൽ കാണുന്ന സീറ്റയാണ് ഈ കാണുന്നത്. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻസൈഡ് സബ് എപ്പിക്കലി. സബ് വെൻട്രൽ ഹെയർസ് ഓഫ് സൈഫൺ ലെസ് ദാൻ ഹാഫ് ആസ് ലോങ് ആസ് സൈഫൺ. സബ് വെൻട്രൽ ടഫ്റ്റ് ഹെയർസ് ഓഫ് സബ് വെൻട്രൽ ലെസ് ദാൻ ഹാഫ് ആസ് ലോങ് ആസ് സൈഫൺ. സൈഫണിന്റെ അത്രയും ചിലപ്പോൾ നീളം കാണാനുള്ള സാധ്യത അതിനകത്ത് കാണുന്നുണ്ട്. ചിലപ്പോൾ ഫുൾ നീളത്തിൽ തന്നെ കാണും, അല്ലെങ്കിൽ കൂടുതലും കാണാൻ സാധ്യതയുണ്ട്. കോംബ് സ്കെയിൽസ് 4 to 8 റയർലി അപ് ടു 19. കോംബ് സ്കെയിൽസ് 4 to 8 ആയിരിക്കും, ചിലപ്പോൾ 19 ഒക്കെ കാണാറുണ്ട്.
പിന്നെ അബ്ഡോമിനൽ സീറ്റ 5 and 6 വിത്ത് ഇത് അബ്ഡോമിനൽ സെഗ്മെന്റ് 5, 6 കാണുന്ന ആറാമത്തെ സീറ്റയുടെ കാര്യമാണ് പറയുന്നത്. ആറാമത്തെ സീറ്റ എന്ന് പറയുന്നത് 3 ബ്രാഞ്ചസ് ഉള്ളതായിരിക്കും, ബാർഡ് ആയിട്ടുള്ള വയറിങ് ആയിട്ട് കാണുന്നു. ദെൻ സീഡോവിഷ്ണുമായി കഴിഞ്ഞു. ദെൻ കംസ് ബൈറ്റനോറിംഗസ്. ബൈറ്റനോറിംഗസും ട്രൈറ്റനോറിംഗസും തമ്മിൽ വ്യത്യാസം വളരെ കുറവാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതിന്റെ ടഫ്റ്റ് ഓഫ് ഹെയർ വളരെ ചെറുതായിരിക്കും. ദെൻ സൈഫണൽ 4 ടഫ്റ്റൊക്കെ കാണുള്ളൂ. ചിലപ്പം ട്രൈറ്റനോറിംഗസിൽ അത് 4, 6 ഒക്കെ കാണും. ഇതിൽ മിക്കവാറും ഒക്കെ 4 ആണുള്ളൂ, പക്ഷെ കുറെ കൂടെ വീക്ക് ആയിരിക്കും. ഇത്രയും ടഫ്റ്റ് ആയിട്ട് ഇത് ഇവിടെ വരച്ചിരിക്കുന്ന ഇത്രയും ഇതാണെങ്കിലും കാണുമ്പോഴത്തേക്കും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഹെയർസ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ കോമ്പ് നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റും. ടോക്സോയും ഇതും കൂടെ കോമ്പ് കമ്പയർ ചെയ്ത് നോക്കണം. ഈ പിക്ചർ എടുത്തിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് പെക്ടൻ ടീത്ത്. അതാണ് പെക്ടൻ ടീത്ത് എന്ന് എഴുതിയിരിക്കുന്നത്. PS എന്ന് എഴുതിയിരിക്കുന്നത് കോമ്പ് സ്കെയിൽ, അത് പെക്ടൻ സ്കെയിൽസ് എന്ന് എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ഈ സാധനത്തിൽ പെക്ടൻ ടീത്ത് 1 to 8 കാണുള്ളൂ. എണ്ണി കഴിഞ്ഞാൽ ഒരു 8 മാത്രമേ അതിനകത്ത് കാണുള്ളൂ. സൈഫൺ വിത്ത് 4 വെൻട്രൽ ട്രാഫ്റ്റ് ആയിരിക്കും, മിക്കവാറും 4 ആയിരിക്കും. അതിൽ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ട്രൈറ്റനോറിംഗസ് ആയിരിക്കാനുള്ള സാധ്യത. തൊറാക്സിക് ഹെയർ P ലോങ് ബാർബ്ഡ് ആണ്. തൊറാക്സിക് ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊറാക്സ് റീജിയനിൽ വരുന്ന 4ാമത്തെ ഹെയർ. ഓരോ ഹെയറിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. 0, 2, 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്പർ ഉണ്ട്. അതിൽ കാണുന്ന വയർ ബാർബ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അതിർത്തിയിലൊക്കെ ഉപയോഗിക്കുന്ന ബാർബ്ഡ് വയേഴ്സ് എന്ന് പറയാം. അതിന്റെ സൈഡിലെല്ലാം ഇങ്ങനെ തെറിച്ചിരിക്കുന്നത് കണ്ടാൽ അറിയാം. അതേപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് വൈറ്റ് മോറിയാണ്. വൈറ്റ് മോറി നമുക്ക് ലാർവ വളരെ റയറായിട്ട് കിട്ടുന്നുണ്ട്. ഫോറസ്റ്റ് ഏരിയ അതുപോലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അതിന്റെ സൈഫണൽ ഹെയേഴ്സിന് ഭയങ്കര നീളമായിരിക്കും. സൈഫണിന്റെ അത്രയും തന്നെ നീളവും ചിലപ്പം ഇതിന്റെ വയേഴ്സിന് കാണും. അത് അങ്ങനെയാണ് കാണുന്നതെങ്കിൽ അത് വൈറ്റ് മോറിയാണ്. വൈറ്റ് മോറിയെ തിരിച്ചറിയാനും എളുപ്പമാണ്. പിന്നെ ഇത് മൻസോണിയാണ്. മൻസോണിയയുടെ ഈ ഒരു സാധനം, മൻസോണിയ കിട്ടാൻ പാടാണ്. നമ്മുടെ ഒരു പിസ്റ്റിയ പ്ലാന്റ് ഒക്കെ എടുത്തിട്ട് വെള്ളത്തിലേറി വളരെ നന്നായിട്ട് ഒലച്ചെടുത്താൽ മാത്രം അതിൽ നിന്ന് ലാർവ വിട്ട് കിട്ടത്തുള്ളൂ. കാരണം ഇതിന്റെ എയർ വാക്യൂളിനകത്തേക്ക് ഇത് കുത്തിക്കയറ്റാനുള്ള സാധനമാണ് ഈ കാണുന്നത്. സൈഫൺ അങ്ങനെ മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന് എയർ വാക്യൂളുള്ള എയർ ആണ് ഇത് ശ്വസിക്കേണ്ടത്. അതുകൊണ്ടാണ് അത് അങ്ങനെ മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നന്നായിട്ട് നമ്മൾ വെള്ളത്തിലെ ഒരു ട്രേയിൽ വെള്ളം എടുത്തിട്ട് അതിൽ ഈ പിസ്റ്റിയ പ്ലാന്റ് എടുത്തിട്ട് നന്നായിട്ട് കുടഞ്ഞാൽ മാത്രമേ ഇത് അതിന് വിട്ടു വരൂ. അങ്ങനെ എടുത്ത് നോക്കി മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സാധനം അതിനകത്ത് കാണാൻ പറ്റും. അത് മൻസോണിയാണ്. പിയേഴ്സിംഗ് ടൂത്ത് ആണ് കാണുന്നത്. ആ സാധനം ഉണ്ടെങ്കിൽ അത് മൻസോണിയം. വേറെ മൻസോണിയ എല്ലാം അതേ വെറൈറ്റിയിൽ വരും, എന്നാലും പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അനുലിഫറയെ അപ്പോൾ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ 7 സീറ്റ് സിമ്പിൾ ആൻഡ് ലാർവൽ ഹെഡ് ആണ്. ലാർവൽ ഹെഡിലെ സീറ്റ 7C സിമ്പിൾ ആണ്. അപ്പൊ ഹെഡ് അത് ഇവിടെ കാണിച്ചിട്ടില്ല. സീറ്റ 3 of 8 with 3 to 4 ബ്രാഞ്ചസ്. സീറ്റ 3, 8 to 4 ബ്രാഞ്ച്. 8ൽ കാണുന്ന സീറ്റ 3 എന്ന് പറയുന്നത് ഇതാണ്. ഈ സാധനത്തിന് 3 to 4 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ 1, 2, 3, 4, 5 ഓരോന്നും നമ്പർ അങ്ങും ഇങ്ങൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ അത് ലാർവൽ ഹെയർസ് പഠിച്ചാൽ മാത്രമേ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സാധനം നോക്കിയാൽ അറിയാം നമ്മുടെ സൈഫണിനും മറ്റേ പാഡലിനും ഇടയ്ക്കായിട്ട് വരുന്ന 8ാമത്തെ ബ്രാഞ്ചിൽ വരുന്ന സീറ്റ 3 എന്ന് പറയുന്ന സാധനം 3 to 4 ബ്രാഞ്ചസ് ആണ്. മനസ്സിലായി. യൂണിഫോമിസിനാണെങ്കിൽ അതിന്റെ കോംബ് സ്കെയിൽസ് കണ്ട് തിരിച്ചറിയാൻ പറ്റും. കോംബ് സ്കെയിൽസിന്റെ അപ്പെക്സ് റൗണ്ടഡ് ആണ്. ബാക്കിയുള്ള എല്ലാത്തിനും കോംബ് സ്കെയിൽസ് നല്ല ഷാർപ്പായിട്ടാണ് നിന്നത്, കുന്തം പോലെയാണ് നിന്നത്. ഇതിന്റെ നോക്കൂ, അത് ഒരു ബ്ലെൻഡ് എൻഡ് ആണ് അതിനെ കാണുന്നത്, റൗണ്ടഡ് ആയിട്ട് കാണും. പിന്നെ ആന്റിന ഷോർട്ട് ആൻഡ് റിജിഡ് ആയിരിക്കും. ഫ്ലജെല്ലാർ സെഗ്മെന്റ് ഓഫ് ആന്റിന ഷോർട്ട് ആൻഡ് റിജിഡ്. അപ്പൊ ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ അത് യൂണിഫോമിസ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് ലുക്സിയ എന്ന് പറയുന്നത്. സാഡിൽ ലോങ്ങർ ആണ്. ഇതും സൈഫണും സാഡിലും ഒരേപോലെ ഇരിക്കുന്നുണ്ടോ. സൈഫൺ ഇത്, സാഡിൽ ഇത്. സാഡിൽ എന്ന് പറഞ്ഞാൽ നീന്താൻ ഉപയോഗിക്കുന്ന ഭാഗത്തിനാണ് സാഡിൽ എന്ന് പറയുന്നത്. അപ്പൊ അതും സൈഫണും ഏകദേശം ഒരേ ലെങ്ത് ആണ്. അപ്പൊ പെക്ടൺ എക്സ്ട്രീമലി ടു ദ അപ്പെക്സ് ഓഫ് ദ സൈഫൺ. കേട്ടോ, സൈഫണിന്റെ ടിപ്പ് വരെ പെക്ടൺ പോകുന്നുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇത് രണ്ടും ഒരേ വീതി, അതേപോലെ സൈഫണൽ ടഫ്റ്റിന് നല്ല ചൂല് പോലെ ഇങ്ങനെ വാരി വെതറിയിട്ടിരിക്കുന്ന പോലെ കാണാൻ പറ്റും. ഈ പെക്ടൺ ടീത്ത് ചുവട് മുതൽ തുമ്പ് വരെ പെക്ടൺ ടീത്ത് പോകും. അങ്ങനെയാണെങ്കിൽ അത് ലുക്സിയാണ്. ഇതാണ് നമുക്ക് ക്യൂലെക്സ് ലാർവകളെ കുറിച്ച് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. അനോഫിലിസ് ലാർവയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു കീ വെച്ച് മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അനോഫിലിസ് ലാർവയെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കീ തന്നെ ഉപയോഗിക്കണം. കീ ഉപയോഗിക്കാതെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റും. കാരണം ഇന്നർ ക്ലേപ്പിയൽ ഹെയർസ്, ഔട്ടർ ക്ലേപ്പിയൽ ഹെയർസ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഹെയർസിനെയൊക്കെ കണ്ടിട്ടായിരിക്കും അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ടെർഗൽ പ്ലേറ്റ്സ് നോക്കും, പാമാറ്റ് ഹെയർസ് ഏത് സെഗ്മെന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു നോക്കും. ഇതെല്ലാം നോക്കിയിട്ടാണ് അനോഫിലിസ് ലാർവയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് പോകാൻ അല്പം കോംപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് ആദ്യം ക്യൂലെക്സ് ലാർവയെ മാത്രം ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് പോകാം. അനോഫലിൻ ഇങ്ങനെയാണോ എന്നുള്ളത് പഠിച്ചു പോകാം. പിന്നെ വെക്ടേഴ്സ് ആയിട്ടുള്ള അനോഫലിനെ മാത്രം നമുക്ക് പിന്നെ വേറൊരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.